വെൽക്കം ബാക്ക്. ഷെബിയു ആണ്. അങ്ങനെ നമ്മളെ പെരുന്നാളിന്റെ രണ്ടാമത്തെ ദിവസം നെടുങ്കയത്ത് പോവാണ്. ചെറിയൊരു യാത്ര എന്നുള്ള നിലയിൽ നെടുങ്കയത്തിന്റെ വീഡിയോ നമ്മൾ ഒരു പ്രാവശ്യം ഇട്ടിട്ടുണ്ട്. ഞാൻ അത് കണ്ടിട്ടില്ലെന്നുണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. പിന്നെ ഇന്ന് ഇതിന്റെ കൂടെ മുത്തുണ്ട്, നമ്മളെ പ്രോ ഡ്രൈവർ. എല്ലാ നമ്മളെ യാത്രയിലും നമ്മളെ കൂടെ ഉണ്ടായി സഹകരിച്ച് നിൽക്കണ നമ്മളെ ഡ്രൈവർ മുത്തുണ്ട്. ഞാൻ തരാം. പിന്നെ പോലെ നെടുങ്കയം നമ്മളെ മഞ്ചേരി വഴി പോകാനാണ് വിചാരിച്ചത്. അപ്പൊ മാപ്പിൽ നോക്കിയപ്പോ ഫുള്ള് ബ്ലോക്ക്. റിസ്ക് എടുക്കണ്ടെന്ന് കരുതി നമ്മൾ എന്ത് ചെയ്തു, വണ്ടൂർ റോട്ടിന് ഇങ്ങനെ നേരെ നിലമ്പൂർക്കുള്ള യാത്രയിനിപ്പോ നിലമ്പൂർ റോഡ് വഴി നമ്മൾ എന്ത് ചെയ്യും, നെടുങ്കയം കയറും. ഓക്കെ, പോരെ പോരെ, അങ്ങനെ ആവട്ടെ. നമ്മളെ ഈ ചെറുകോട് എത്തിട്ടോ. ചെറുകോട് ഇനിയിപ്പോ എങ്ങട്ടാ? ചെറുകോട് നേരെ വണ്ടൂര്, വണ്ടൂര് നേരെ നിലമ്പൂര് നേരെ ആ സ്ഥലത്തിന് പേരിട്ടില്ലെങ്കിൽ നെടുങ്കയത്തേക്ക് അങ്ങനത്തെ പേരൊക്കെ ഉണ്ടാവും. നെടുങ്കയം എന്നൊക്കെ പറഞ്ഞ് വലിയ മീൻപൊട്ട് പോകുന്നുണ്ട്. അവിടെ മുട്ടിഞ്ഞ തിരക്കേക്കാരെന്ന്. ഒന്നാമത് പെരുന്നാള് രണ്ടാമത്തെ ദിവസം എന്തായാലും ഉണ്ടാവില്ല, കുറെ ആൾക്കാർ ലീവൊക്കെ കാര്യം എന്തായാലും ഉണ്ടാവും, തിരക്കുണ്ടാവും. മരം കാണാൻ നല്ല രസമുണ്ടല്ലേ. അവിടുന്ന് കിട്ടുമോ? പൊട്ടിച്ചാലോ? ഇതിലെ പോയാലും ഒരേ മാതിരി മനസ്സിലായി. ഇപ്പൊ വന്നു പെട്ടു കുടുങ്ങി. ബാക്കിലും ഉണ്ട് ഇഷ്ടം പോലെ, മുന്നിലും ഉണ്ട് ഇഷ്ടം പോലെ, നമ്മൾ നടുവിലും. നമ്മള് വാണിയമ്പലത്തെത്തിയപ്പോ ഇമ്മാതിരി ബ്ലോക്ക്. കുറച്ചും കൂടി ഉള്ളത് കഴിഞ്ഞ് നമ്മള് ലെഫ്റ്റിലേക്ക് ഇരിക്കും, ബാക്കി പോലെ തന്നെ കളിക്കണം. പാലത്തുമ്പിലൊക്കെ നിൽക്കേണ്ട അവസ്ഥ എന്നല്ലേ. എന്തുവാടം വാണിയമ്പലം തിരക്കൊന്നുമില്ലാന്ന് പോണതാ. കുറച്ച് ബ്ലോക്ക് ഉള്ളു, വേറെ പ്രശ്നമൊന്നുമില്ല. എന്താലേ ഇവിടുത്തെ റോഡിലൊന്നും ഉഷാറായിക്കൂടെ? വണ്ടിക്കാർ ഇങ്ങനെ കണ്ട് എന്തൊക്കെ ഏതാ റോഡാവട്ടോ. ലാസ്റ്റ് വല്ല കുണ്ടിലും കൊണ്ടുപോയിടോ. മാത്രമേ ഉള്ളൂ ഈ കാട്, പിന്നെ റെഡി. ഞാൻ ആദ്യം വന്നപ്പോ ഇങ്ങനൊന്നും പോയില്ലല്ലോ. നെടുങ്കയത്തിൽ തന്നെ അല്ലേ? ഞാൻ അങ്ങോട്ടേലിട്ട് ഇത് ഫുൾ ഷോർട്ട് കട്ട് പോയിട്ടത്. ഒരു തിരക്കില്ലാതെ കൊണ്ടേക്കണമെന്ന്. ചില സമയത്ത് ഗൂഗിൾ മാപ്പ് നല്ല ആളാ. ചില സമയത്ത് ഏതിലെ കുറ്റിക്കാട്ട് കൊണ്ടുവരും ചെയ്യും. ഒരു തൊഴിലില്ലാത്ത മാതിരില്ലേ. പീസ്ഫുള്ളൊക്കെ എങ്ങനെയാ അവിടെ എത്താവാം. കല്ല് തടഞ്ഞിച്ചിക്കണ്, ചാടൂല. നമ്മൾ ബാക്കിൽ ലോറി, 2 കാറ്, ഒരു ബൈക്കൊക്കെ ഉണ്ടെങ്കിലും ഒക്കെ അവിടെ പോയി. കലയില തിരിഞ്ഞു. ഇപ്പൊ നമ്മള് മാത്രമേ ഉള്ളൂ. 4 വീൽ കിട്ടാ അങ്ങോട്ട് ചാടിച്ചല്ലേ? സെന്റർ ഇട്ടും പതുക്കെ 4 വീൽ കിട്ടാ. തിരിച്ചു വരുമ്പോ മഞ്ചേരി പോയി പോരേക്കാരം നല്ലേ.
ആർക്കറിയാം. എങ്ങോട്ടേലൊക്കെ എത്തുന്നല്ലോ. നമ്മളെ നെടുങ്കയം എത്തിക്കഴിഞ്ഞിട്ട് നമ്മള് ഇതാണ് നെടുങ്കയം പാലം. ഈ പാലം കഴിഞ്ഞൊരു വളവ്, ആ വളവ് കഴിഞ്ഞാ വണ്ടികളെ നിർത്തിട്ട് പോട്ടോ. എൻ്റെ അടുത്ത് രാജ്യത്ത് മുമ്പൊക്കെ കിട്ടും. ഇവിടെ തിരക്കൊന്നുമില്ലല്ലോ. ഇതൊക്കെ ഉണ്ടോ ഇവിടെ? ഈ സ്ഥലം നമ്മള് മുന്നേ വന്നിട്ടുണ്ട്, പരിചയമുണ്ട് നിങ്ങക്ക് കേട്ടോ കേട്ടോ. നിർത്ത്, ഇനി അതിൽ നമ്മള് പോകാൻ പോണേ അങ്ങോട്ട് കൂടെ. എനിക്കും മുത്തുവിനും അതുപോലെ വണ്ടിക്കും ഒക്കെ പാടെ കൂടിയാണ് 195 റുപ്യ ടോട്ടൽ. ഓഫില്ലേ മൂഞ്ചിലിപ്പാകെ എടുക്ക്. എന്നിട്ട് വണ്ടി എടുക്കരുതില്ലേ? അങ്ങനെ കാറിന് അതുകൊണ്ട് കേട്ടോ, കാറിന് എത്ര 95 റുപ്യന്, രണ്ടാൾക്കാർക്കും പാടെ കൂടി 50 റുപ്യ. എന്തല്ല 50 അല്ലല്ലോ, 100 റുപ്യ. 50 വെച്ചിട്ട് ഒരാൾക്ക് 50 വെച്ചിട്ട് 100 റുപ്യ. അപ്പൊ അങ്ങനെ ഇനി നമ്മള് കാട്ടിലേക്ക് കിടക്കാൻ പോവാണേ. മൊത്തം പറഞ്ഞാല് ഒരു ഫുൾ കാട് ഏരിയ. കാട് ഈ കാടിന്റെ ഈ ഒരു ശാന്തതയാണ് ഇവിടെ ഏറ്റവും വലിയ മെയിൻ. ഞാൻ വരട്ടെ വന്നിട്ടുള്ളൂ. സംഭവം അടിപൊളിയാണ്. പക്ഷെ ഇന്ന് ആൾക്കാരൊന്നും ഇല്ല, നമ്മൾ വിചാരിച്ച മാതിരി ഒന്നല്ല, ആൾക്കാർ കുറവുണ്ട്. അതുപോലെ തന്നെ പറഞ്ഞു എന്നോട്. നമ്മളിങ്ങനെ ഒന്നല്ല കേട്ടോ വിചാരിച്ച, നമ്മളിവിടെ നല്ല വണ്ടികളുണ്ടാവും കരുതതാ. എന്താ ശാന്തതല്ലേ. ആ കാട്ടിനുള്ളിലൂടെ പോണ ആ ഫീൽ ഇപ്പൊ കറക്റ്റ് മനസ്സിലാവുന്നുണ്ട്. ഇപ്പൊ വണ്ടിയിലുണ്ടോ ബാക്കിൽ? ആറ്റ വണ്ടിയിലുണ്ടോ? കട കട എന്ത് തോന്നുന്നു? വണ്ടി ഒറ്റക്ക് പോകണ്ടേ? ഞാൻ ഏതായാലും വണ്ടി ഓട്ടിട്ടില്ല. റോഡാണല്ലോ. മയം കൂടി പെയ്ത് നല്ല രസമുണ്ടാവില്ല ഇവിടെ. സൗണ്ടില്ലേ? അവിടെ ഒന്നുമില്ലല്ലേ, എക്കോ കൂടല്ലേ. നല്ല രസമുണ്ടല്ലേ എവിടെയാണത്? എന്താ രസല്ലേ. നമ്മൾ ആദ്യം വന്നപ്പോൾ കുറേ വണ്ടികളൊക്കെ ഉണ്ടേനി, ഇന്ന് ഫുള്ള് കുറവാണ്. അപ്പം ഇങ്ങനെ പോയോക്കില്ലേ എന്നപ്പാ. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ലോക്ക് ചെയ്തില്ലേ? ഇനി ഇവിടുന്ന് അങ്ങനെ നടന്ന് നടന്ന് പോവാം. ഒരു മനസ്സമാധാനല്ലേ. ഈ കാടിന്റെ സൗണ്ട് മാത്രം. മതിയല്ലോ അല്ലേ? ആരപ്പോ അതോടെ ഇരിക്കണേ. നമ്മളൊക്കെ സാധാ കുരങ്ങന്മാരെ കണ്ടിട്ടുള്ളൂ. സിംഹവാലി അത് കൊറേ ഉണ്ടില്ലേ. അത് അവിടെ ഒന്നുണ്ട് ഇതിൻ്റെ ഇടയില്. എങ്ങനെയുണ്ട് കാടൊക്കെ കണ്ടിട്ട്? നല്ല അഗാധമായ കാടിൻ്റെ നടുവിലൂടെ ഉള്ളൊരു യാത്ര. എങ്ങനെ പറയുന്ന പൊക്കി പറയണ വിചാരിക്കണ്ട കേട്ടോ, രസത്തിൽ ഇങ്ങനെ പറയാണ്. ഈ സ്ഥലം കണ്ടിട്ട് എനിക്കെന്താ പറഞ്ഞു കൊടുക്കല്ലേ? നല്ല അടിപൊളി സ്ഥലം. ആൾക്കാർ കുറവാ. ഇന്നലെ ഭയങ്കര തിരക്കാണല്ലോ അവിടെ. അങ്ങനെ പറഞ്ഞു എന്നോട്, ഇന്നലെ ഭയങ്കര തിരക്കിനി, ഇന്ന് വർക്കിൻ്റെ ആയതുകൊണ്ടാണ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇങ്ങനെ നടന്നു പോണ അടിയിൽ പെട്ടെന്ന് ആന അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരണമെങ്കിൽ എത്ര കാട്ടുക? കാടിൻ്റെ ഉള്ളിലൂടെ ജീപ്പ് വരുന്നൊക്കെ ഉണ്ട്.
അത് കാണാൻ തന്നെ ഒരു പ്രത്യേക രസമല്ലേ. എന്തായാലേ അന്തരീക്ഷം ആകെ ശാന്തതയായി കിടക്കണം ഇവിടെ. നല്ല രസമായി കണ്ടിങ്ങനെ പോവാം. അവിടെ ഫുള്ള് ട്രൈബൽ വില്ലേജുകളാണ് ഇവിടെ മൊത്തം. അതുകൊണ്ട് അവിടെ എല്ലാ ആളുകൾക്ക് എന്ത് ചെയ്യുക, വണ്ടിയും കൊണ്ട് പോവാം, അല്ലെങ്കിൽ അവിടുത്തെ ആളെയും കൊണ്ട് വണ്ടിയും കൊണ്ട് പോവാം, അല്ലെങ്കിൽ അവർക്കുള്ള സാധനങ്ങളുമായിട്ട് അങ്ങനെ വേണമെങ്കിലും പോവാം. അല്ലാതെ നമ്മളെ സ്വകാര്യ വാഹനങ്ങൾ അങ്ങോട്ട് കടത്തി വിടില്ല. അങ്ങനെ ഇനി ഇവിടെ വലിയ മാച്ച് കളിക്കുന്നല്ലേ. ഇത് ആനപ്പന്തി, നമ്മൾ ആനനൊക്കെ മെരുക്കിയെടുക്കുന്ന ഒരു സ്ഥലമാണിത്. ഇത് സംഭവം പറഞ്ഞാൽ 1935 ഈ ഒരു ആനപ്പന്തി പ്രവർത്തനം ആരംഭിച്ചത്. ഇതിന് ഫുൾ കഥ ഉണ്ട്, എല്ലാം കൂടിയിട്ട് ഞാൻ പറഞ്ഞുതരാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ട്രൈബൽ ഏരിയയാണിത്. നമ്മളല്ലാതെ ഇവിടുന്ന് വീഡിയോ എടുത്ത് പോകണില്ല, കാരണം ഓൽക്കും കൂടി ഒരു ബുദ്ധിമുട്ടാവണ്ടെന്നുള്ള നിലയിൽ നമ്മൾ വീഡിയോ കുറേ സ്കിപ്പ് ചെയ്ത് പോകും. നമ്മൾ ഈ കാണുന്ന ഏരിയ മൊത്തം 2 സൈഡിൽ കാണുന്നതും ട്രൈബൽ ഏരിയകളാണ്. അതായത് ഇവിടുത്തെ ആളുകളുടെ വീടുകളാണ്. ഇവിടെ തന്നെ നമുക്ക് ചെറിയ സ്കൂളും അതേമാതിരി അങ്കലവാടി, അങ്ങനെ ഇവർക്ക് ആവശ്യമില്ല എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട്. പോരെ എത്തയിലേറെ വണ്ടി. ഇത് ഇവിടുത്തെ ഒരു ഗവൺമെൻറ് സ്കൂളാണിത്, ട്രൈബൽ ബദൽ സ്കൂള്. അതായത് ഇവിടുത്തെ കുട്ടികൾക്ക് പഠിക്കാനുള്ള ഒരു വിദ്യാലയമാണ് അവിടെ സർക്കാരോട് ചെയ്തു കൊടുത്തത്. കൊല്ലത്ത് LP സ്കൂൾ എന്തോ ആണ് തോന്നുന്നുണ്ട് അല്ലേ, കണ്ടിട്ട് അങ്ങനെ തോന്നുന്നുണ്ട്. ഇവിടെ ഉള്ള കുട്ടികൾക്ക് മാത്രം പഠിക്കാനായിട്ട് ഉണ്ടാക്കിയൊന്ന്. ഇവിടെ പണ്ട് എന്താ പറയുക, ഫോറസ്റ്റ് ഏജൻറ്റായി ജോലി ചെയ്തിരുന്ന ഒരു സായിപ്പിൻ്റെ കല്ലറയിന് അവിടെ ഉള്ളത്. അതിൻ്റെ ഒരു കഥ ഉണ്ട്. വേഴാമ്പലുണ്ട് മേലെ, തിരി കാണില്ല, ഇപ്പം ഞാനും കാണുന്നില്ല. ആയിക്കോട്ടെ മോനെ, ഇതിലെറിഞ്ഞിപ്പോൾ എന്താ വണ്ടി. ഒരു ചെറിയ സ്വർഗം കണ്ടപ്പോൾ ഇല്ല. മുത്തുവാ ഓക്കെയാ, പെരയിൽ മീൻ വെച്ചോക്കാ. ചൂണ്ടിട്ട് നോക്കിയാൽ ചിലപ്പോൾ കിട്ടുകയൊക്കെ ചെയ്യും. മീനൊക്കെ ഉണ്ടോ നോക്കിയാ, വലിയ പെരലാട്ടോ ഇല്ലേ. വലിയ പെരലുകൾ കുറേ ഉണ്ട് ഇവിടെ അല്ലേ. അവിടെയൊക്കെ അങ്ങനെ നീന്തി കളിച്ചിന്. ഇത് ഇത്ര വലിയ ആയുണ്ടായിട്ടേക്കാറല്ലേ അവിടെ എന്നിട്ട് ഇറങ്ങരുത് ചോദിച്ച്. ഞാനൊരു വാസ്തവമായ കാര്യം പറഞ്ഞോ, ഈ മരത്തിൻ്റെ മേലെ കുരങ്ങല്ല കാര്യം ഇപ്പോൾ ആരും അറിഞ്ഞിട്ടില്ല. ഉണ്ട് എന്തായാലേ ആ മുറ്റത്ത് കണ്ട മീനും ഇതൊക്കെ നോക്കിയാണ്ട് ഞാനും മൊത്തം പ്ലാൻ ഇട്ടല്ല അങ്ങോട്ട് പോയാലും ഉള്ളു. അതിൻ്റെ അടിയില്ല, ബോർഡ് വായിച്ചില്ല, ആ ടോയ്ലറ്റേനി സെറ്റപ്പിൽ പറഞ്ഞുകൊണ്ട് കേട്ടി സ്വീപ്പ് ഉണ്ടാക്കല്ലേ ടീ. അവിടെ ആനൊക്കെ കണ്ടു പറയുന്നുണ്ട്. അപ്പോൾ പോയാൽ ചിലപ്പോൾ ഒരു ആന കാണാം ഭാഗ്യമുണ്ടെങ്കിൽ. ഫോട്ടോ എടുത്ത് നിർത്തണം. ഫോട്ടോ അങ്ങോട്ട് പച്ചപ്പുള്ള സ്ഥലത്ത് അല്ല, അവിടെ നിർത്താൻ പറ്റൂല എന്നാണ് പച്ചപ്പടിഞ്ഞ് പോടില്ലേ. ഇനി ഏസിട്ട് പോലെ പിന്നെ ഏസിടാ, അല്ലാതെ നമ്മൾ നാച്ചുറൽ ആസ്വദിച്ചാണ് ഉണ്ട് തോന്നുന്നുണ്ടല്ലോ. കാരണം ഫോറസ്റ്റ് വണ്ടി ഒക്കെ ഉണ്ട് ഇവിടെ.
ഇവിടെ ഇതവിടെ ഓലൊന്നും അങ്ങനെ അല്ലല്ലോ. ഓരങ്ങനെ വരലൊന്നുമില്ല. അത് പച്ച ഇത്തിരി ചെറിയ ഓഫ് റോഡാണ് നമ്മൾ കയറാൻ പോണേ. എവിടെ ഈ മുന്നിൽ പച്ച ഇങ്ങട്ടില്ലേ പുറത്ത് കിട്ടണുണ്ട് നീ പുറത്ത് കിട്ടാതെ നേരെ അവിടെ നടും. എങ്ങട്ട് അങ്ങോട്ടേ ഉണ്ടാ ഇവിടെ ഇവിടെ എല്ലാ ആളുകൾക്കുള്ള പണി ഇവിടെ തന്നെയുണ്ട്. കണ്ടോ ഇവിടെ മരം കയറ്റണ്, കുറെ മരങ്ങൾ ഇവിടെ വെട്ടിട്ടൊക്കെ ചെയ്തിന്. എന്താവശ്യത്തിനാണാവോ ഒരു ഹോൺ അടിച്ചിട്ട് വരുമോ? ഇതിൽ നമുക്ക് കാട്ടിലൂടെ കറങ്ങുകയൊക്കെ ചെയ്യാം. നമ്മളെ വണ്ടി ഉപയോഗിച്ചല്ല, ജീപ്പൊക്കെ എടുത്തുകൊണ്ട് കറങ്ങാം. ഇതിൽ വരുന്ന വഴിക്ക് കുറെ ആൾക്കാർ ആനയൊക്കെ കണ്ടു നമ്മളല്ല കേട്ടോ. അവിടുത്തെ സെക്യൂരിറ്റിക്കാരും പറഞ്ഞതാ ചാടി ഇനിയിപ്പോ എന്താ വീഡിയോ ഉണ്ടാക്കാന്. മേലൊക്കെ ആണെങ്കിൽ എന്താ ചെയ്യാ, ഉരുണ്ട് ചാടിയുള്ള അവസ്ഥ ആലോചിക്കാ. ഇവിടെ നേരെ ഉരുണ്ട് റോട്ടിൽ കയറും. ഇവിടെ നിൽക്കൂലല്ലേ, അവിടുത്തെ താഴത്ത് പോവും. ഒരു വല്ല കുഴിയാണ്ടി കണ്ടിട്ടാണോ കാനുണ്ട് അവിടെ ആണത്. അടുത്ത് നമുക്ക് അങ്ങോട്ട് പോവാം. പറയുന്നിടത്ത് പോകും. അടുത്ത് ഞാൻ മുത്തു പറയുന്നിടത്ത് കേട്ടോ നമ്മള് പോവാ. ഇവർക്ക് പറഞ്ഞോ, ഇവർക്കും പറയാം. വിദേശത്ത് കയറാൻ പറയരുത്. എനിക്ക് പാസ്പോർട്ട് ഇല്ല, എനിക്ക് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അല്ല ഓടും പോവാ. ഓർക്കും കൊണ്ടേ പറഞ്ഞോ. വണ്ടി കൂടി ഓഫാക്കിയ ശാന്തതയായി. തണലൊക്കെ കണ്ട് പുറത്ത് ഭയങ്കര തണുപ്പെന്ന് വിചാരിക്കുകയും വേണ്ട. മുടിഞ്ഞ ചൂടാണ് അവിടെ. എന്നാലും ആന അവിടെ പോയി. സാറില്ല, നമുക്ക് ഹോട്ടലിൽ കയറാം. പെരിയിൽ നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കി ഇന്നത്തെ ചുമ ഒരു കാറത്തിനല്ലോ. എനിക്കൊന്ന് അവിടെ ആന കണ്ടേ. ആന പൊളിയാണോ ഒരു പുറത്തെടുത്തിന് അതിന് പറക്കണ്ട. അവിടെ ഒന്നും കാണില്ല. ആന അവിടെ പുലിയുണ്ട്. അവിടെ അല്ല ആനപ്പിണ്ട കണ്ടപ്പോ നിർത്തിയാലേ. മറ്റേ ബന്ദിപ്പൂര് കാട്ടുകൂടെ ഇങ്ങനെ പോണതില്ലേ. അവിടെ പൈസ എടുക്കാതെ കയറണം. ഇവിടെ പൈസ കയറുന്നുണ്ടല്ലോ. എന്തെല്ലാം മാഞ്ഞു മാറ്റി. ഓട്ടോറിക്ഷക്കാർക്ക് എത്ര മാന്യത അവിടെ നിന്നാലും ഓട്ടോറിക്ഷയ്ക്ക് റീലെടുക്കണ്ടോ. കാട്ടിലൊരു ആന എന്നൊക്കെ പറഞ്ഞിട്ട് എങ്ങനെ അതിന്റെ കാലം വെച്ചാൽ പറഞ്ഞു. നമ്മളെ നാട്ടിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് മൊത്തം ആദ്യമായിട്ടാണല്ലോ ഇങ്ങോട്ട് വരുന്നത്. കഷ്ടമുണ്ട്, എടുത്തോ, ഭയങ്കര കഷ്ടമുണ്ട്. എത്ര മാർക്ക് കൊടുത്താ? ക്ലൈമറ്റ് വേണ്ട, എന്നാലും നോട്ടത്തിന് എന്തിനാ കൊടുത്തൂടെ? മാത്രമേ ഉള്ളൂ അടിപൊളി. എന്നാലേ ഇത് ഇപ്പം കിട്ടിയില്ല. ഞാനും കണ്ടെന്ന നടുവിൽ കസാല വെച്ചിട്ട് അവിടെ പല ആള് ഇവിടെ ഉള്ളത് കേട്ടോ. നമ്മള് റോഡൊക്കെ ധാർ ചെയ്താണ്ട് ബാക്കിയുള്ള ധാർ ഉപയോഗിച്ചൊക്കെ